ഞാൻ ജോസി ജോസഫ് സിബി, അനന്തപുരി കോക്കനട്ട് ഓയിലിലെ CEO ആണ്. എൻ്റെ ബിസിനസ്സിൻ്റെ തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തലമുറകളായിട്ടുള്ള ബിസിനസ്സാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദറിന് കൊപ്ര ബിസിനസ്സായിരുന്നു നേരത്തെ മുതൽ. തേങ്ങ പൊട്ടിച്ച് ഡ്രയറിലിട്ട് ഉണങ്ങി സപ്ലൈ ചെയ്യുമായിരുന്നു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് അനന്തപുരി കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം തിരുവനന്തപുരത്ത് തുടങ്ങി. നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും നമ്മൾ ചെയ്യാറില്ല. നമ്മുടെ വെളിച്ചെണ്ണ ലൈവായിട്ട് പ്രസ് ചെയ്താണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്. കോഴിക്കോടുള്ള നമ്മുടെ സ്വന്തം ഡ്രയർ യൂണിറ്റിൽ ലൈവായിട്ട് തേങ്ങ വാങ്ങിച്ച് ഉണങ്ങി അവിടുന്ന് നമ്മൾ കൊപ്രയായിട്ട് ശേഖരിച്ച് ഇവിടെ വന്ന് ലൈവായിട്ട് നമ്മൾ ആൾക്കാരുടെ കൺമുമ്പിൽ ചെയ്ത് ക്വാളിറ്റി സാധനം കൊടുക്കുകയാണ്. കൊപ്ര ബിസിനസ് ആയിരുന്നു. അപ്പം എന്തുകൊണ്ട് നമ്മൾ ഇത്രയും നല്ല ക്വാളിറ്റി ഉള്ള കൊപ്ര വെളിച്ചെണ്ണയാക്കി കൂടാ എന്നെന്ന് ഞാൻ ചിന്തിക്കുകയുണ്ടായി. ആ ആശയത്തിൽ നിന്നാണ് ഞാനൊരു മില്ലെന്നുള്ള ആശയത്തിലേക്ക് വരുന്നത്. അങ്ങനെ എൻ്റെ 21-ാം വയസ്സിലാണ് ഞാൻ ഈ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഡ്രയർ യൂണിറ്റിലുള്ളങ്ങിയ എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ഉള്ള കൊപ്ര കേരളം മുഴുവൻ നമുക്ക് തേങ്ങ ശേഖരിച്ച് കൊടുക്കാനുള്ള ഡ്രയർ യൂണിറ്റ് നമുക്ക് കോഴിക്കോട് പേരാമ്പ്രയിലുണ്ട്. കോഴിക്കോട് കൊപ്രയ്ക്ക് 10 രൂപ മാർക്കറ്റ് റേറ്റ് കൂടുതലാണ്. തമിഴ്നാട് കൊപ്ര സൾഫർ ചേരുന്നതുകൊണ്ടും കെമിക്കലി ചേരുന്നതുകൊണ്ടും 10 രൂപ കുറവാണ്. സൾഫർ ഓവറായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ എണ്ണയിലോട്ടും സൾഫർ ആവും. അപ്പം നമ്മുടെ ശരീരത്തിന് ഹാനികരമായി വരും. കേരളം മുഴുവൻ നല്ല വെളിച്ചെണ്ണ കൊടുക്കുവാൻ വേണ്ടി നമ്മുടെ ഒരു പുതിയ സംരംഭമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ എവിടെ വേണമെങ്കിലും ക്വാളിറ്റി ഉള്ള കൊപ്ര നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. യുവാക്കളോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ അനന്തമായ ബിസിനസ് സാധ്യതകളുണ്ട്. സ്ട്രഗിൾ ചെയ്യാൻ താല്പര്യമുള്ള യുവ ബിസിനസ്സുകാർക്കും കേരളത്തിൽ നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട്. ആദ്യം കണ്ട പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഷനറി കണ്ടെത്തുവാനും ഇതിൻ്റെ പേപ്പർ വർക്കുകൾ കാര്യങ്ങൾ എല്ലാം ഒരു പ്രതിസന്ധി ആയിരുന്നു. പിന്നെ ആ പ്രതിസന്ധി തരണം ചെയ്ത് നമ്മൾ 1 വർഷം 2 വർഷം സ്ട്രഗിൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഓട്ടോമാറ്റിക് ബിസിനസ് ഡെവലപ്പായി വരും. ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമയെന്നും കൂടെ ഒരർത്ഥമുണ്ട്. ക്ഷമയും പെട്ടെന്നുള്ള തീരുമാനമെടുക്കലുമാണ് ബിസിനസിൻ്റെ സക്സസ്. കേരളത്തിൽ ബിസിനസ് തുടങ്ങാൻ അനന്ത സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ കേരള സർക്കാരും കേന്ദ്ര സർക്കാരും വ്യവസായത്തിൽ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പല സ്കീമുകളിലും 40%, 35% സബ്സിഡി കൊടുക്കുന്നുണ്ട്. അത് യുവ ബിസിനസ്സുകാരോട് എനിക്ക് പറയാനുള്ളത്, ഈ സബ്സിഡികൾ മാക്സിമം നിങ്ങൾ വാങ്ങിച്ചെടുക്കാൻ നോക്കുക. ഞാനിവിടെ കോട്ടയക്കാരനാണ്. ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ട് എണ്ണ മേടിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ഒരു ക്വാളിറ്റിയും ആ ഒരു സ്മെല്ലും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും കുക്കിങ്ങിലൊക്കെ. അതുകൊണ്ട് ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ട് എടുക്കാറ്. നല്ല പേ ബാക്കാണ്. ഞങ്ങൾ ഇവിടെ ഇത്രയും വർഷമായിട്ട് 10 വർഷമായിട്ട് ഓടിക്കുന്നെങ്കിൽ ഇത്രയും കസ്റ്റമേഴ്സിനോട് ഞങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ക്വാളിറ്റി നമ്പർ 1 ആയിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങളുടെ എണ്ണയ്ക്ക് ഒരു കംപ്ലൈൻറ്റ് ഇത്രയും വർഷമായിട്ട് വന്നില്ല. इधर 2019 से तेल का दुकान में काम कर रहा हूँ. मेरा घर आसाम है. ये कस्टमर अच्छा आता है. ये रेलवे स्टेशन तमिलनाडु बस स्टैंड पूरा इधर है. पूरा आदमी लोग इधर आता है. ഈ എണ്ണ ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ നിന്നാണ് വണ്ടി ഓട്ടോറിക്ഷയാണ് ഓടുന്നത്. ഞാൻ വീട്ടിൽ പോകുമ്പോൾ ഇവിടുന്ന് ഈ എണ്ണ വാങ്ങിച്ചു പോകും. സ്ഥിരമായിട്ട് വാങ്ങിക്കുകയാണ്. ഞാനൊരു 3-4 കൊല്ലം കൊണ്ട് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതും കാട്ടി ഫസ്റ്റ് ക്വാളിറ്റിയാണ്. ഇവർ നല്ല ആട്ടിയാണ് നമുക്ക് തരുന്നത്. നമ്മളെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ എണ്ണയെ പറ്റി ആരും കുറ്റം പറയില്ല. തലത്തേക്ക് ഉപയോഗിക്കാം, പിന്നെ പാചക ആവശ്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാം. എല്ലാം കൊണ്ട് നല്ല എണ്ണയാണ്. അല്ല, നാടൻ വെളിച്ചെണ്ണ, ആട്ടിയ വെളിച്ചെണ്ണ ഉള്ളതുകൊണ്ട് അങ്ങനെ വാങ്ങണതാണ്. അതിൻ്റെ അടയാളമല്ലേ ഒരേപോലത്തെ നല്ല നിലവാരം ഉള്ളതുകൊണ്ട് ഇവിടെ തന്നെ വാങ്ങുന്നത്. അതെ അതെ. I have a friend in Canada. Yeah. He actually called me and he had asked me to send a few bottles for himself. He said like, quality is good. Yeah. I mean, he wanted me to purchase some 4-5 liters and send it to Chennai.
you know, please home. ഞങ്ങൾ ഏതാണ്ട് 1-2 വർഷം കൊണ്ട് ഇവിടുത്തെ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. വളരെ മെച്ചപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് സ്ഥിരം ഞങ്ങളിത് ഉപയോഗിക്കുന്നത്. ഹസ്ബൻഡ് നല്ല എണ്ണ എന്നാ പറയുന്നത്. ഞാൻ വാങ്ങി ഗൾഫിലോട്ട് കൊടുത്തു വിടാനിരിക്കുകയാണ്. आनंदविरी कोकोनट ऑयल जो कि मेरा फेवरेट कोकोनट ऑयल है. मैं दिल्ली से आया हूँ और मैं जब जब यहाँ पे आता हूँ मैं यहाँ से ज़रूर लेके जाता हूँ और ये मेरा इतना फेवरेट है. मेरे घर में इतना सब लोगों को पसंद है ये ऑयल कि सब इसके फ़ैन है. कोई भी मैं किसी जगह बाकी जगह से भी लेता हूँ किसी को पसंद नहीं आता, लेकिन मैं जब भी यहाँ पे आता हूँ सबसे अच्छा लगता है. सबसे अच्छी बात है इनका ऑयल फ्रेश होता है. ഇവിടുത്തെ നല്ല നല്ല വെളിച്ചെണ്ണയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്ന് ഞങ്ങൾ മേടിക്കുന്നത് എല്ലാ പ്രാവശ്യവും. നമ്മുടെ വിജയം എന്ന് പറയുന്നത് അരിയായാലും പലതിനായാലും എല്ലാ ഐറ്റങ്ങളും വെളിച്ചെണ്ണയും മെയിനും ഫസ്റ്റ് ക്വാളിറ്റി മാത്രമേ എടുക്കും. 3 കടയിലും ഈ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്.